ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു വ്യക്തിയെ പറ്റിയാണ്. അലി കടുകശ്ശേരി തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ എഴുതിയ ഒരു ജീവിതത്തിൻ്റെ അവസാന വഴികളിലൂടെയാണ് ഞങ്ങൾ അലി കടുകശ്ശേരിയെ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് അലിയുടെ ജീവിതം. ഇനി നിങ്ങൾക്ക് എന്നെ പുച്ഛിക്കുകയോ പരിഹസിക്കുകയോ ഒക്കെ ആവാം, വിരോധമില്ല. പക്ഷേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ഒരാൾ അച്ഛനും മകനും ആവുന്നത്. ഒരു സാഹിത്യകാരനാണ്. ചെറിയ ചെറിയ കഥകൾ എഴുതാറുണ്ട്, ഒരുപാട് ബുക്കുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു ട്രെയിൻ യാത്രയിലൂടെ മാറ്റിമറിക്കപ്പെട്ടു. നമുക്ക് ആർക്കും നമ്മുടെ ജീവിതത്തെ പിടിച്ചു നിർത്താനാവത്തില്ല, അതെല്ലാം ഒരു കാലത്തിൻ്റെ കളികളാണ്. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ട്രെയിൻ യാത്രയുടെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ജാതിക്കും മതത്തിനും ഒന്നും പ്രശ്നമില്ല എന്നുള്ളതല്ല, എന്നാൽ പോലും നിങ്ങളുടെ ഒരു വിവാഹത്തിലൂടെ രണ്ട് മതസ്ഥർ തമ്മിൽ ചേർന്നപ്പോൾ ഉണ്ടായ വ്യത്യാസങ്ങൾ എന്താണ്? അല്ല, ഞങ്ങൾ തമ്മിൽ ചേർന്നപ്പോൾ ജാതിക്കും മതത്തിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടായില്ല, ഞങ്ങൾക്ക് വ്യത്യാസം ഉണ്ടായി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു തിരിച്ചറിവാണ്. രണ്ടുപേർ ചേർന്ന് രണ്ട് സംസ്കാരത്തിൽ തന്നെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തിരിച്ചറിവുണ്ട്. കാര്യം അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പുറമേ നടക്കുന്ന യുദ്ധങ്ങളെല്ലാം അർത്ഥശൂന്യമാണ്. കാരണം ഇതേ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നടക്കുന്ന കൊലപാതകങ്ങളുണ്ട്, വലിയ വലിയ സംഘർഷങ്ങളുണ്ടാകുന്നു, മനുഷ്യൻ കലാപങ്ങളിലേക്ക് പോകുന്നു. അതൊക്കെ ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെയാണല്ലോ. പക്ഷേ ഇതൊക്കെ മനുഷ്യൻ അതിൻ്റേതായ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇതേ മതത്തിൽ ഇതേ ജാതിയിൽ നിന്നുകൊണ്ട് തന്നെ രണ്ടുപേർക്ക് ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളതിൻ്റെ തെളിവാണ്. ഞങ്ങൾ 13 വർഷമായിട്ട് കുടുംബജീവിതം നയിക്കുകയാണ്. ഞങ്ങൾ രണ്ട് മതത്തിൽ നിന്ന് വിവാഹം കഴിച്ചിട്ട്. അങ്ങനൊരു പ്രണയമോ അല്ലെങ്കിൽ ഒരു കാത്തിരിപ്പോ അല്ലെങ്കിൽ സ്നേഹിച്ച പെൺകുട്ടിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഉള്ളൊരു കൂടിച്ചേരലായിരുന്നില്ല അല്ലേ? ആയിരുന്നില്ല. ഞങ്ങൾ യാത്രക്കിടയിൽ ഒരുമിച്ചവരാണ് ഞങ്ങൾ. ആ ഒരുമിച്ച യാത്ര ഞങ്ങളിതാ 13 വർഷമായിട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ കൂടിച്ചേരൽ. ആ യാത്രയിൽ ഒരു പക്ഷേ തൻ്റെ സംരക്ഷകനാണ് യാത്ര ചെയ്യുന്നതെന്ന് ഗൗരിയും അറിഞ്ഞില്ല. തൻ്റെ ജീവിതം ഏതെങ്കിലും അഗതി മന്ദിരത്തിൽ ജീവിച്ചു തീർക്കണം എന്ന ആഗ്രഹവുമായി പലവിധ യാത്രകൾ നടത്തുകയായിരുന്നു അലി. പത്രപ്രവർത്തനങ്ങളും എഴുത്തും വായനയുമായി ഒരു ലോകം, ആരോഗ്യമുള്ള കാലത്തോളം എഴുതുക, ഇതൊക്കെ മാത്രമായിരുന്നു അലിയുടെ ഹൃദയത്തിലെ അക്ഷരങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്. പഴയ പുസ്തകത്താളുകൾ മറച്ചു നോക്കാതെ ഗൗരിയും അപ്പുവുമായി പുതിയ ലോകത്തിലെ മനുഷ്യരായി അവരിങ്ങനെ ജീവിക്കുകയാണ്. ഇടയ്ക്ക് പത്തനാപുരം ഗാന്ധിഭവനിൽ വരും. ഇവിടുത്തെ കുടുംബാംഗങ്ങളുമായി 2-3 ദിവസം ചിലവഴിക്കും. അലി കടുകശ്ശേരി പത്തനാപുരം ഗാന്ധിഭവനെ ഏറെ ഇഷ്ടപ്പെടുന്നു. ഇടയ്ക്കിടയ്ക്ക് ഗാന്ധിഭവൻ സന്ദർശിക്കുന്നു, ഇവിടെ താമസിക്കുകയും ചെയ്യും. പത്രപ്രവർത്തകനാണ്, കവിയാണ്, തിരക്കഥാകൃത്താണ്. എങ്ങനെയാണ് ഗാന്ധിഭവനിലെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്? ഗാന്ധിഭവനോട് ഇഷ്ടമാണോ അതിനപ്പുറം എന്താ പറയുക, അതൊരു സ്പിരിച്വൽ ഇഷ്ടമാണെന്ന് പറയാം. കാര്യം ഞാൻ കുറേ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ യാത്രകളൊക്കെ ഞാൻ ചെയ്തത് പലപ്പോഴും കാഴ്ച കാണാനുള്ള യാത്രകളായിരുന്നില്ല. കാഴ്ച കാണാനാണ്, പക്ഷെ അത് എനിക്ക് എന്നെ തന്നെയായിരുന്നു കാണേണ്ടിയിരുന്നത്. അപ്പോൾ അത്തരത്തിലൊരു അവനവനെ കാണാനുള്ള യാത്ര ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അന്നൊക്കെ ചെയ്തിരുന്ന യാത്രകൾ ഇതുപോലെ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കായിരുന്നു. അതല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഏതെങ്കിലും ഗുരു ജീവിച്ചു പോയിടത്തിലേക്ക്, ഗുഹയിലേക്ക്, മലയിലേക്ക്, കാട്ടിലേക്ക്, അത്തരത്തിലുള്ള അവനവനെ കണ്ടെത്തുന്ന യാത്രകൾ, സത്യാന്വേഷണം എന്നുള്ള പേരിൽ. പക്ഷേ എനിക്ക് മനസ്സിലായ മറ്റൊരു യാഥാർത്ഥ്യം, ആ യാത്രകൾക്കിടയിൽ തന്നെ കിട്ടിയ ഒരു തിരിച്ചറിവ്, നമ്മൾ മനുഷ്യർക്കിടയിൽ പോകുമ്പോഴാണ് നമുക്ക് നമ്മളെ കണ്ടെത്താൻ കഴിയുന്നത്. മനുഷ്യർക്കിടയിലാണ് എല്ലാത്തരം ആത്മീയതയും ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ കൊച്ചനുഭവം എനിക്ക് പറഞ്ഞു തന്നത്, പഠിപ്പിച്ചു തന്നത്. അത്തരം ഒരു എന്താ പറയുക തിരിച്ചറിവാണ് ഗാന്ധിഭവനിലേക്ക്, അല്ലെങ്കിൽ ഇത്തരം പലയിടങ്ങളിലും ഞാൻ പോകാറുണ്ട്. അതിലെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടമാണ് ഗാന്ധിഭവൻ. ഞാനിവിടെ വരും, കുടുംബസമേതം വരികയും താമസിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഏറെക്കുറെ അടുത്തടുത്ത സമയങ്ങളിൽ വരികയൊക്കെ ചെയ്യുന്നതാണ്. ഗാന്ധിഭവനിൽ ഞാൻ കാണുന്നത് നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരുപാട് ജീവിതത്തിൻ്റെ തെറ്റായ ബോധ്യങ്ങളെ തിരുത്തപ്പെടുകയാണ്. കാരണം
മനുഷ്യജീവിതം കടന്നു പോകുന്ന പല അവസ്ഥകൾ, 1 വയസ്സ് മുതൽ 100 വയസ്സ് വരെയുള്ള മനുഷ്യർ ഒരേ ഇടത്ത് ജീവിക്കുന്നു, പലതരം ജീവിതങ്ങൾ കാണുന്നു. ഇതൊക്കെ വലിയ തിരിച്ചറിവ്. അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ മക്കളെയും കൊണ്ട് ടൂറ് പോകുമ്പോൾ, പാർക്കിലേക്ക് പോകുമ്പോൾ, ബീച്ചിലേക്ക് പോകുമ്പോൾ, സിനിമാ തിയേറ്ററിലും ഷോപ്പിംഗ് മാളിലും പോകുമ്പോൾ, ഇടയ്ക്കൊക്കെ ഗാന്ധിഭവൻ പോലുള്ള ഇടങ്ങളിലേക്കും അവരെ കൊണ്ടുവരണം. കാരണം അവർ ജീവിതം പഠിക്കണമെങ്കിൽ മനുഷ്യരുടെ പലതരം അവസ്ഥകളെ കാണണം. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതം പഠിക്കാൻ പറ്റും. മറ്റതൊരു മായാലോകത്താണ് ഉണ്ടാവുക. ചിലപ്പോൾ അതൊന്നും ആയിക്കൊള്ളുന്നില്ല നമ്മൾ കടന്നു പോകേണ്ട ജീവിതം. ഇത്തരത്തിലുള്ള മനുഷ്യരുടെ അതേ ജീവിതത്തിൻ്റെ സമാനതയാവും നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ നമ്മളെ തൊടുന്ന അനുഭവങ്ങൾ, തൊടുന്ന മനുഷ്യർ. കാരണം ഇവിടുത്തെ മനുഷ്യർക്ക് അഭിനയിക്കാനൊന്നുമില്ല, അവർക്ക് ഒരു തരം വെച്ചുകെട്ടലുകളുമില്ല. അവർ റിയലാണ്. അവരുടെ ജീവിതം മാത്രമാണ് അവരുടെ മുമ്പിൽ ഉള്ളത്, വേറൊന്നുമില്ല. വേറൊന്നും അവർ വെച്ച് കെട്ടിയതായ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചയായ മനുഷ്യരെ കാണാനും എല്ലാം കഴിയുന്ന എനിക്ക് തോന്നുന്നു വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ് ഗാന്ധിഭവൻ എന്ന് ഞാൻ എനിക്ക് മനസ്സിലാവുന്നത്. കാരണം അത്രമാത്രം അതെന്നെ വിളിക്കുന്നു. അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് ഗാന്ധിഭവനിലേക്ക്. അന്തേവാസികളോടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു എഴുത്തുകാരെന്നുള്ള രീതിയിൽ എന്തെങ്കിലും ആശയങ്ങളോ? എഴുത്തുകാരെന്നുള്ള ഇപ്പോൾ ഞാൻ വന്നതിന് ശേഷം പലരുമായിട്ട് സംസാരിച്ചു, അതിന് മുമ്പ് വന്നപ്പോഴും സംസാരിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ലോകത്തെ എല്ലാ മനുഷ്യരും ഓരോ നോവലുകളാണ്. അവർക്ക് ഭാഷയില്ല എന്നേ ഉള്ളൂ. ഇവിടുന്ന് കേട്ട മനുഷ്യരുടെ അനുഭവം പകർത്തുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ആടുജീവിതം സിനിമ ഇറങ്ങിയ ഒരു സമയത്ത് നിന്നിട്ടാണ് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് തന്നെ. ഇവിടെ അതിലും ഭീകരമായ തീവ്രമായ ജീവിതാനുഭവങ്ങളുള്ള മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. അവർക്ക് ഭാഷയില്ലാത്തതുകൊണ്ടാണ്. ഭാഷ ഉണ്ടാകുമായിരുന്നെങ്കിൽ ഏറ്റവും മികച്ച എഴുത്തുകാർ ഗാന്ധിഭവനിലായിരിക്കും ഉണ്ടാവുക. കാരണം അത്രയും പൊള്ളിക്കുന്ന ജീവിതങ്ങളുള്ള മനുഷ്യർ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരുപാട് എന്താ പറയുക, കഥാതന്തുക്കളാണ് കിടക്കുന്നത്. കഥാതന്തുക്കളാണ് അവരെനിക്ക് സമ്മാനിച്ചിരിക്കുന്നത് അവരുടെ ജീവിതം കൊണ്ട് തന്നെ. അപ്പോൾ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് കൂടുതൽ ജീവിതത്തെ അടുത്ത് കാണാനും ഒക്കെ എനിക്ക് ഒരു പ്രാപ്തി തരികയാണ് ഗാന്ധിഭവൻ. ഞാൻ താങ്കളുടെ പുസ്തകം ഇങ്ങനെ വായിക്കുമ്പോൾ അതിൽ കഴിഞ്ഞ കൃതികളും അതിൻ്റെ പേരുകളൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നു. ഇപ്പോൾ കനൽ, വിൽക്കാനുണ്ട്, ദൈവം മറന്നത്, ഉപേക്ഷിക്കപ്പെടുന്നത്, ആനമതം. അപ്പോൾ ഇങ്ങനെ ഈ പേരുകൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്? പേരുകൾ പലപ്പോഴും ഇപ്പോൾ ഈ ആനമതവും അതുപോലെ അന്യമതസ്ഥർക്ക് പ്രവേശനമില്ല, ഇതൊക്കെ നമ്മൾ നിലനിൽക്കുന്ന സമൂഹത്തോടുള്ള നമ്മുടെ പ്രതികരണം. പൊതുവെ കവിതകൾ അങ്ങനെയാണല്ലോ, സമൂഹത്തോടുള്ള അതിലൊരു സമരമുണ്ട്. വ്യവസ്ഥിതിയോട് നമ്മൾ മാറാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മാറ്റാൻ ആഗ്രഹിക്കുന്ന ചില ശീലങ്ങളോടൊക്കെയുള്ള സമരമുണ്ട് അതിൽ. ഈ സമരത്തെ പ്രതിനിധീകരിക്കുന്നതാവണം അതിൻ്റെ ആകത്തുക, ആ പേര് പുസ്തകത്തിൻ്റെ എന്നുള്ളൊരു തീരുമാനം അങ്ങനെയാണ്. അപ്പോൾ അത് പലപ്പോഴും വീണ് കിട്ടുന്ന പേരല്ല, ആലോചിച്ചുണ്ടാക്കുന്ന പേരാണ്. ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാകുന്ന പേരല്ല, പലപ്പോഴും കൂടുതൽ ചിന്തിച്ച് ഒരു പേരുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആനമതത്തിലേക്ക് എത്തുന്നത്. കാരണം ആനമതം ഒരു കവിതയുടെ പേരാണ് സത്യത്തിൽ. അതുപോലെ അന്യമതസ്ഥർക്ക് പ്രവേശനമില്ല, അതും ഒരു കവിതയുടെ പേരാണ്. അപ്പോൾ അത്തരത്തിലാണ് ഈ പേരുകൾ. ഇപ്പോൾ വെയിൽ നനച്ചത്, വെയിൽ സാധാരണ മനുഷ്യരെ ഉണക്കാറാണ് പതിവ്. പക്ഷേ ആ വെയിലിൽ ഞാൻ നനഞ്ഞിട്ടുണ്ട്. കാരണം ആ ചൂടിൽ പല മനുഷ്യരും വന്ന് എന്നെ തൊട്ട്, അതിൻ്റെ ജീവിതാനുഭവങ്ങളുടെ ഒരു പുസ്തകമാണ് വെയിൽ നനച്ചത്. ആ വെയിലത്ത് അത്രയും പൊള്ളലിൽ എന്നെ വന്ന് തൊട്ട മനുഷ്യർ എന്നെ നനയ്ക്കുകയായിരുന്നു. അങ്ങനെ ആ ടൈറ്റിലേക്ക് എത്തണം. അത്തരത്തിലുള്ള ചില കണ്ടെത്തലുകൾ. ജീവിതം കടന്നുപോയ വിചിത്രവും ഉദ്യോഗജനകവുമായ കർമ്മയോഗങ്ങളിലേക്ക് ഓർമ്മ സഞ്ചാരം നടത്തുകയാണ് അലി കടുകശ്ശേരിയുടെ പുതിയ പുസ്തകമായ വെയിൽ നനച്ചത്. ജീവിതം വളരെ നന്നായിട്ട് പോകുന്നു, ഏറ്റവും രസകരമായിട്ട് പോകുന്നു. എന്ത് ചെയ്യുന്നു? ഞാനൊരു കോളേജിൽ, തൃശ്ശൂരിലൊരു കോളേജിൽ സ്റ്റുഡൻസ് കൗൺസിലറായിട്ട് വർക്ക് ചെയ്യാം. സന്തോഷമായിട്ട് പോകുന്നു. എന്താണ് എഴുത്തുകാരനെ പറയുന്നത്? അതിലേറ്റവും സന്തോഷമാണ്. ആള് ഓരോ ഇത് എഴുതുമ്പോഴും അത് കാണിച്ചു തരും, എങ്ങനെയുണ്ട് ചോദിക്കും. പിന്നെ അതിന് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും ഉണ്ട് നമ്മുടെ ഭാഗത്ത്. തീർച്ചയായിട്ടും. കാര്യം ഞങ്ങളുടെ വിവാഹം കഴിയുമ്പോൾ 4 പുസ്തകം അന്ന് എൻ്റെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അത് 10 പുസ്തകത്തിലെത്തി. അപ്പോൾ ഞാൻ കരുതി, ഇപ്പോൾ എന്നോട് പല എൻ്റെ സൗഹൃദങ്ങളൊക്കെ പറഞ്ഞു, നീ പ്രത്യേകിച്ച് ഈ
മതമൊന്നും ഇല്ലാതെ ജീവിക്കുമ്പോൾ അതൊന്നും ഇല്ലാതെ വിവാഹം കഴിച്ച് ജീവിക്കുമ്പോൾ ബന്ധങ്ങളൊക്കെ ഏറെക്കുറെ അകന്നു പോകും. അപ്പോൾ ഒരു ഒറ്റപ്പെട്ട ലൈഫ് ഉണ്ടാവും. അത് ഏതൊരു ഈ മതരഹിതരായ ജീവിതം നയിക്കുന്ന ആളുകൾക്കും തുടക്കത്തിലൊരു ഒറ്റപ്പെട്ട ജീവിതം ഉണ്ടാവും. അവരുടെ ജീവിതത്തിലേക്ക് വരാൻ അധികം പേരൊന്നുണ്ടാവില്ല. ആ സമയത്ത് എന്നോട് പലരും പറഞ്ഞതാണ് ഈ ഒരു പക്ഷേ നിൻ്റെ എഴുത്ത് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി മൊത്തം നിന്ന് പോയേക്കാണ്. ഞാനും കുറച്ച് ശങ്കിച്ചു, ഇനി അങ്ങനെ സംഭവിച്ചേക്കുമോ എന്നൊരു ചെറിയ ആശങ്ക. പക്ഷേ അതിനെ മറികടന്നേ പറ്റുമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ജീവിച്ചു തുടങ്ങിയതിന് ശേഷമാണ് പിന്നീട് 6 പുസ്തകങ്ങൾ വീണ്ടും പുറത്തു വരികയും എനിക്ക് പലതരത്തിലുള്ള അംഗീകാരങ്ങൾ, കുഞ്ഞുണ്ണി മാഷ് പുരസ്കാരം അടക്കം ഇതെല്ലാം കിട്ടുന്നത് ഞങ്ങളുടെ ജീവിതം തുടങ്ങി സിനിമയാണ് സിനിമയാണ് സിനിമയുടെ ഒരു പരിപാടി നടക്കുന്നത്. അതെ, നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഷോർട്ട് ഫിലിമുകളാണ് ചെയ്തിരിക്കുന്നത്. അതിന് കുഞ്ഞു കുഞ്ഞു അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്വേഷണപ്പെട്ട വലിയ സിനിമയുടെ പണി എല്ലാം, എഴുത്തുപണികളെല്ലാം കഴിഞ്ഞു. ഇനി അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അത് ഈ വർഷം തിയേറ്ററിലെത്തുന്ന ഒരു സിനിമ തീർച്ചയായിട്ടും. അതാണ് മോനെ 10ാം ക്ലാസ്. ജീവിത നിയോഗത്തിന്റെ വിധികൽപ്പിതം. അലി ഗബ്രിയോട് ചോദിച്ചു, നമുക്കൊന്ന് ജീവിച്ചു നോക്കിയാലോ? ഗബ്രി ആകെ ഞെട്ടിപ്പോയി. കുറച്ചുനേരം സ്തംഭിച്ചു നിന്നു. എന്നിട്ട് പറഞ്ഞു, വേണ്ട. എന്തിനാണ്? അലി പറഞ്ഞ മറുപടി, നല്ലതൊക്കെ എടുത്ത് തലയിൽ വെക്കാൻ ആർക്കാണ് പറ്റാത്തത്? നമുക്കൊന്ന് നോക്കാമെന്നേ. അങ്ങനെ 2011 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വടക്കാഞ്ചേരി സബ് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് അവർ വിവാഹിതരായി. ആരോടും കൂടി ആലോചിച്ചില്ല. ആരുടെയും അനുഗ്രഹത്തിനോ അനുവാദത്തിനോ കാത്തു നിൽക്കാതെ അവർ ഒരു ജീവിതം ആരംഭിച്ചു. ആമുഖം ചാനൽ വ്യക്തിബന്ധങ്ങളെയും സംരംഭങ്ങളെയും നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. കരുതലിന്റെ മുഖവുമായി നമ്മൾ ഏകദേശം 14 ജില്ലകളോളം സഞ്ചരിക്കുന്നുണ്ട്. ഈ യാത്രയിലേക്ക് നിങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുന്നു.